1980കളുടെ ഇന്ത്യയിൽ ഒരു സർവകലാശാലയുണ്ടായിരുന്നു. ജീവിതമെന്ന അധ്യായം മനസ്സിലാക്കി ആർക്കും വിജയത്തിന്റെ ബിരുദമെടുക്കാൻ സഹായിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി. അവിടെ അഡ്മിഷന് യോഗ്യത ചങ്കിലെ ഉറപ്പു മാത്രം. എന്തെങ്കിലുമൊക്കെ ആകണമെന്ന ആ തീ കണ്ണിലുള്ള പലരും ആ സർവകലാശാലയിൽ നിന്നും ഉന്നത ബിരുദമെടുത്തവരാണ്. ചിലരാകട്ടെ ബിരുദാനന്തര ബിരുദവും. ആ സർവകലാശാലയുടെ പേരാണ് ബോംബെ മഹാനഗരം. സിലബസുകളില്ലാത്ത ഒരു പാഠശാല. ഔപചാരികമായ വിദ്യാഭ്യാസ യോഗ്യതകളൊന്നുമില്ലാതെ ബോംബെയുടെ മടിത്തട്ടിൽ തീവണ്ടി ഇറങ്ങുമ്പോൾ ആരെങ്കിലും കരുതിയോ അപരിചിതത്വത്തിന്റെ കനം തൂങ്ങുന്ന കണ്ണുമായി ആ നഗരത്തിന്റെ തെരുവിൽ ഏകാഗിയായി നടന്ന ആ കൗമാരക്കാരൻ ഒരു നാൾ ഇന്ത്യൻ ബിസിനസ് എക്കോസിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന കപ്പിത്താനാകുമെന്ന്, ബോംബെ നഗരമെന്ന സർവകലാശാലയിൽ നിന്നും ബിസിനസിന്റെ ഡോക്ടറേറ്റ് നേടുമെന്ന്? ആ 16-കാരൻ്റെ പേരായിരുന്നു ഗൗതം. മുഴുവൻ പേര് ഗൗതം ശാന്തിലാൽ അദാനി. ആധുനിക സംരംഭക ഇന്ത്യ കണ്ട ഏറ്റവും നിർഭയനായ പോരാളി. പൂജ്യത്തിൽ നിന്നും വിജയത്തിന്റെ പൂച്ചെണ്ട് വാങ്ങുന്ന വ്യാപാരി. ആരും പോകാത്ത വഴികൾ മാത്രം തിരഞ്ഞെടുക്കുന്ന സഞ്ചാരി. തളർത്താൻ ശ്രമിക്കുമ്പോഴൊക്കെയും 10 മടങ്ങ് വളരുന്ന മാന്ത്രികനായ ബിസിനസ് ചക്രവർത്തി. ലോകത്തിന്റെ മുന്നിൽ തലയെടുപ്പോടെ നിൽക്കാൻ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് രാജ്യത്തിന്റെ നട്ടെല്ല് പണിയുന്ന ഷെഹൻഷാ. 8.25 ലക്ഷം കോടി രൂപയുടെ നെറ്റ്വർത്തോടെ ലോകത്തെ ആദ്യ സമ്പന്നരിൽ ഒരാൾ. 18 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള അദാനി ഗ്രൂപ്പിന്റെ നായകൻ. ഇന്ത്യയിലെ 2ാമത്തെ സമ്പന്നൻ ഗൗതം അദാനി.